15:7 നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ തുടർന്ന് പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ ഫലം കായ്ക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണല്ലോ. ശിഷ്യന്മാരെക്കുറിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ഫലം കായ്ക്കണമെന്നുള്ളതാണ്. കാരണം നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ഫലം കായ്ക്കുകയാണെങ്കിൽ നമ്മളും കർത്താവിൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ നമുക്ക് ഫലം കായ്ക്കാൻ ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇന്ന് കർത്താവും ശിഷ്യന്മാരും ലോകത്തിലില്ല. പകരം നമ്മളെയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫലം കായ്ക്കണം. ഫലം കായ്ക്കുന്ന ക്രിസ്ത്യാനികളായി നമ്മൾ തീരണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അത്രയും സ്നേഹം ആണ് കർത്താവ് കൊടുക്കുന്നത്. പിതാവ് പുത്രനെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രയും സ്നേഹം അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ നമ്മളോട് പറയുന്നൊരു കൽപ്പനയാണ്. യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വസിപ്പിൻ, ഇത് നമ്മളോട് പറയുന്നൊരു കൽപ്പനയാണ്. അങ്ങനെ ചെയ്താൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് എങ്ങനെയാണെന്ന് ഉള്ളതിന് ഉദാഹരണം കൊടുത്തന്നിരിക്കുക. ആ ഉദാഹരണം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയാണെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ പറ്റും. എങ്ങനെ? കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ പ്രമാണിച്ചാൽ വസിക്കും. പിന്നെ 11, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. യേശു ക്രിസ്തു എപ്പോഴും സന്തോഷവാനായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഇപ്പോൾ ഇന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കുകയാണെങ്കിൽ ഇതേ കാര്യം തന്നെ പറയും. കർത്താവ് അവിടുത്തെ കൽപ്പന എന്താണ്? എൻ്റെ കൽപ്പന ഇതാണ്. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ. യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? അതിൻ്റെ ആഴം നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവൻ സ്വർഗത്തിൽ പിതാവിന് തുല്യനായി ഇരുന്നവനാണ്. ആ സ്വർഗത്തിലിരുന്ന പുത്രൻ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് അവിടെ നിന്നും സ്വർഗത്തിൽ നിന്ന് താണ് ഭൂമിയിലേക്ക് ഇറങ്ങി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കഷ്ടത്തിലേക്കാണ് വരുന്നത്. ഈ ഭൂമി അത്ര മ്ലേച്ഛമാണ്. ആ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് അവൻ്റെ അവകാശങ്ങളൊന്നും സ്വന്തമാക്കാതെ തന്നെത്താൻ താഴ്ത്തി. യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി. ഒരു പാപിയെ പോലെ, പാപികളെ അന്ന് ക്രൂശിൽ കയറ്റിയത്. അതുകൊണ്ടാണ് ഒരു പാപിയെ പോലെ, ഒരു നീചനെ പോലെ അവൻ ക്രൂശെടുത്തു. ക്രൂശിൽ കയറാൻ അവൻ സമ്മതിച്ചു. അവൻ ക്രൂശിക്കപ്പെട്ടു. ഏറ്റവും അപമാനമായ ശിക്ഷ
ഈ സ്വർഗത്തിലെ പിതാവിന് തുല്യനായിരുന്ന ആ കർത്താവ്, പിതാവിന് തുല്യനായിരുന്ന കർത്താവ് ഈ ലോകത്തിൽ വന്ന് ആ മനുഷ്യന്റെ പദവി പോലും എടുക്കാതെ താഴെ ഇറങ്ങി ഒരു പാപിയെ പോലെ ശിക്ഷ അനുഭവിക്കുന്നു. എവിടെ? ക്രൂശിലെ മരണത്തോളം. അപ്പോൾ ക്രൂശിൽ ചുവന്നുകൊണ്ട് ഗോൽഗോഥയിൽ ചെന്നിട്ട് ആ ക്രൂശിൽ അവൻ ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ലോകം മുഴുവൻ നോക്കുന്നു. ലോകത്ത് ദൂരെ നിന്നേ കാണാം, ക്രൂശി കിടക്കുന്ന മനുഷ്യനെ ദൂരെ നിന്നേ കാണാം. അയ്യോ, ഇന്നലെ വരെ വലിയ സുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന, അത്ഭുതങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടന്ന ആ മനുഷ്യനല്ലോ ഈ ക്രൂശി കിടക്കുന്നത് എന്ന് ലോകം പറഞ്ഞു. അത് ആ ശിക്ഷ വരെ ഏൽക്കാൻ അവൻ തയ്യാറായി. എന്തിന്? എൻ്റെ പാപം വഹിച്ചുകൊണ്ടാണ് അവൻ ഈ ക്രൂശി കയറിയത്. അവൻ ക്രൂശി കയറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വർഗത്തിൻ്റെ പടിവാതിലിൽ പോലും എത്താനൊക്കത്തില്ലായിരുന്നു, നരകത്തിൽ ഞാൻ പോയിനെ. പക്ഷെ അവൻ എന്നെ പ്രതി ക്രൂശിൽ കയറി, നമ്മളെ പ്രതി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പ്രതി അവൻ ക്രൂശിൽ കയറി നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ അവൻ അനുഭവിച്ചിട്ട് നമ്മുടെ ശിക്ഷ, നമ്മളെ നമ്മളെ കുറ്റവിമുക്തരാക്കി. ഇത്ര വലിയ സ്നേഹത്തിൻ്റെ പിൻപിലാണ് നമ്മളായിരിക്കുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന അവസരത്തിൽ പലരും നമ്മളോട് തെറ്റുകൾ ചെയ്യുമല്ലോ. അവരോട് ക്ഷമിക്കാൻ നമ്മൾ എന്താണ് വൈമുഖ്യം കാണിക്കുന്നത്? ഒരിക്കലും നമുക്ക് വൈമുഖ്യം കാണിക്കേണ്ട ആവശ്യമില്ല. ഈ യേശു നമുക്ക് തന്ന സ്നേഹം, ഈ യേശു നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ സർവ്വസൃഷ്ടങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ല, വെറും മതഭക്തരാണ്. നമ്മൾ ക്രിസ്ത്യാനിയായി ജീവിക്കാനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മതഭക്തിയിൽ നിന്ന് പുറകോട്ട് മാറിയിട്ട് യേശു കാണിച്ചു തന്ന അതേ മാർഗത്തിൽ കൂടെ ക്രൂശും വഹിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം. അപ്പോൾ മാത്രമേ യേശു ചെയ്ത ആ കാര്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. നമുക്ക് ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിച്ചുകൊണ്ട് നടക്കാൻ പറ്റും, പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായിത്തീരുന്നില്ല. നമ്മുടെ സമസൃഷ്ടങ്ങൾക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുകയും യേശുവിൻ്റെ സ്നേഹം കൊടുക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതുകൊണ്ട് അത് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ക്രിസ്ത്യാനികളിൽ നിന്നുള്ള പേര് സ്വീകരിച്ച് ക്രിസ്തുവിന് നാണക്കേടുണ്ടാക്കുന്നവരായിത്തീരും. അതിന് ഇടയാകരുത്. അതുകൊണ്ട് നമുക്ക് ഈ ക്രൂശ് വഹിച്ചുകൊണ്ട് കാൽവറിയിൽ തന്നെ, അല്ലെ ക്രൂശിൽ തന്നെ, യേശു ക്രിസ്തു ക്രൂശിലായിരുന്നത് പോലെ ക്രൂശിൽ തന്നെ നമ്മളെ നിർത്തി ഈ ലോകത്തിലെ ജീവിതം അങ്ങനെ നമുക്ക് കടന്നു പോകാം. കഷ്ടതയാണ്, ആൾക്കാർ പറയും, ഓ ഭയങ്കര കഷ്ടമാണ് ആ മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കാം. പക്ഷേ അവിടെ കർത്താവിനെ ഉയർത്തിയതുപോലെ നമ്മൾ കർത്താവ് ക്രൂശിൽ അവനെ ഉയർത്തിയതുപോലെ നമ്മൾ കർത്താവിനെ ഉയർത്തുകയാണ് നമ്മൾ ക്രൂശിൽ കിടക്കുമ്പോൾ ചെയ്യുന്നത്. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ക്രൂശ് വഹിക്കാനായിട്ട് തയ്യാറാകുക. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളായിത്തീരും. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി എന്നുള്ള പേരിന് യാതൊരു അർഹതയുമില്ലാത്തവരാണ്. അതുകൊണ്ട് സാക്ഷാൽ ക്രിസ്ത്യാനികളായി ജീവിപ്പാൻ നമ്മളെ വിട്ടുകൊടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ വിചാരിക്കാറ്, ഞാൻ പ്രസന്നമാമയോട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, പ്രവാചകൻ എന്ന് പറയുന്ന
ഇന്ന് നമ്മൾ ലോകത്തെ കാണുമ്പോൾ ഒത്തിരി പ്രവാചകന്മാരെ പറ്റി പറയും. യേശു ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാനൊരാള് എന്നോട് സംസാരിക്കുന്ന ഒരാൾ പ്രവാചകനാണോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ ചെയ്തു പോയ ഏതെങ്കിലും പാപത്തെ പറ്റി എനിക്ക് ബോധ്യം വരുത്തുന്ന ഒരാളാണ് വാസ്തവത്തിലുള്ള പ്രവാചകൻ, അല്ലാതെ ഒരാളുമല്ല. ഞാൻ ഈ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് ഇങ്ങനെ കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ളൊരു കാര്യം പ്രാർത്ഥിക്കാനായിട്ട് ദൈവം എന്നോട് അങ്ങനെ എന്നെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് ആ ഒരു കാര്യം ഞാൻ ജ്യോതിഷനോട് സംസാരിച്ച ഒരു കാര്യം ഇങ്ങനെ ആ ഒരു വാക്ക് തന്നെ എന്നോട് പറഞ്ഞ ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നുള്ള കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. ഞാനിങ്ങനെ എത്ര ഇപ്പം ഞാനിങ്ങനെ ഇപ്പം അതിനുശേഷം ഞാൻ കർത്താവ് എന്നെ പറ്റി ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. കർത്താവ് എന്നോട് ഒരു പ്രാവശ്യമെങ്കിലും ഒരിക്കലും ദൈവം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ കേട്ട വചനത്തെ അടിസ്ഥാനത്തിൽ കർത്താവ് ഒരിക്കലും നമ്മളോട് അങ്ങനെ പറയും നിന്നെ അജിയെ കൊണ്ട് ഞാൻ തോറ്റു, യേശു എന്നെ പറ്റി പറഞ്ഞ എനിക്ക് വല്ല വകുപ്പുണ്ടോ? ഇല്ല, ഒരു വകുപ്പില്ല. യേശു ഒരിക്കലും എന്നെ പറ്റി അങ്ങനെ പറയുന്നില്ല, അജിയെ കൊണ്ട് തോറ്റുപോയി എന്ന് പറയുന്നില്ല. ഞാൻ അതിനെ സ്നേഹിക്കുന്നു, ഞാൻ അതിനെ രൂപാന്തരപ്പെടുത്തും, ഞാൻ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു എന്ന് ആ കർത്താവ് എന്നോട് പറയുന്നത്. നമ്മൾ ഒന്ന് കേട്ട പോലെ നമ്മുടെ ചുറ്റുമുള്ളവരോട് ജേക്കബാറും ആ കാര്യം പറഞ്ഞ് നമ്മളോട് ദൈവം ഒരു വലിയ നാളെ കൊല്ലപ്പെടേണ്ട ആളിനോട് ഇന്നൊരാൾ അടുത്ത ആഴ്ചകളിൽ ഒരു എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒരു വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരാളിന് വേണ്ടിയിട്ട് വേറൊരാൾ ആ ഒരു കുറ്റം ഏറ്റെടുത്തിട്ട് ആളിനോട് പറയുകയാണ്, നീ അറിഞ്ഞോ നിന്റെ വധശിക്ഷ നീങ്ങിപ്പോയിരിക്കുന്നതിന് അതിനുവേണ്ടി വേറൊരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു സ്വാതന്ത്ര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രൂശിലെ ജേക്കബാർ പറഞ്ഞ ആ ക്രൂശിലെ ആ ഒരു യേശുവിൻ്റെ മരണം മൂലം നമ്മുടെ നിത്യമായ ഒരു മരണം നീങ്ങിപ്പോയി എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യം ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അതായിരിക്കെ തന്നെ നമ്മൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്ന് യേശു ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനായിട്ട് യേശു ദൈവം ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ കർത്താവ് പറഞ്ഞ ആ ഒരു വാക്യം 5-ാം അധ്യായത്തിൻ്റെ നമ്മൾ 11-ാം വാക്യം ഇങ്ങനെ വായിച്ചു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് ഒരിക്കലും എന്തെങ്കിലും റോബ് ചെയ്ത് എന്തെങ്കിലും പിശാച് എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള സന്തോഷത്തെ സമാധാനത്തെ എല്ലാം എടുത്തുകൊണ്ട് പോകാനായിട്ടാണ് പിശാച് വരുന്നത്. എന്നാൽ യേശു എന്തോ ഇവിടെ പറയുന്നത്, എൻ്റെ സന്തോഷം കർത്താവ് നമ്മളെ പറ്റിയുള്ള എത്ര പ്രതീക്ഷയുള്ളവരായിട്ടായിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ ഉത്കണ്ഠ, വ്യാകുലത, ചെറുതും വലുതുമായ കാര്യങ്ങളെ പറ്റി ഉറക്കമില്ലാത്ത നമ്മുടെ ചിന്തകൾ, ഭാരങ്ങളൊക്കെ വരുന്ന സമയത്ത് കർത്താവ് നമ്മളോട് പറഞ്ഞ് നീ സന്തോഷമായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എത്ര ഒരു പിതാവ് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അവരെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അവർ സമാധാനമായിട്ടിരിക്കണം, അവർ ആശ്വാസം കണ്ടെത്തണം എന്നല്ല നമ്മളെ കുറിച്ച്. അതുപോലെ ഒരു വലിയ ബേർഡനുള്ള വലിയൊരു പിതാവിന്റെ ഹൃദയത്തോടെയാണ് യേശു ഒരു കാര്യം പറയുന്നത്, എൻ്റെ സന്തോഷം. അത് ആരുടെ സന്തോഷമാണ്? യേശുവിന്റെ സന്തോഷം. ആ ഒരു മാറിപ്പോകാത്ത ഒരു നിത്യമായ സന്തോഷത്തോടെയും എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരിച്ചോട്ട് നടക്കുന്നതല്ല, ഉള്ളിലുള്ള ഒരു വലിയ ജോയിയോട്, ഉള്ളിലുള്ള വലിയ ആനന്ദത്തോടെ. അനേകം യേശു പ്രശ്നങ്ങളോട് കടന്നുപോയില്ലേ, ഒത്തിരി പ്രശ്നങ്ങളോട് ജനിച്ച നാളെ മുതൽ ഇങ്ങോട്ട് നമ്മൾ 30 വയസ്സിന് ശേഷമുള്ള കഥ നമ്മൾ വായിക്കുന്നത്. അതിനു മുമ്പ് യേശുവിനെ പറ്റി പറയുമ്പോൾ യേശു രോഗശീലിച്ചവനായിട്ടിരുന്നു, അനേകം കഷ്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നു, സഹോദരന്മാരിൽ നീക്കപ്പെട്ടു. അങ്ങനെ ഒത്തിരി വലിയ യേശുവിന്റെ ക്രൂശ് ജനിച്ച നാള് മുതൽ 30 വയസ്സ് വരെ നമ്മുടെ രഹസ്യ ജീവിതത്തിലുണ്ടായിരുന്നു. പരസ്യമായിട്ടുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ യേശു ഇതിനിടയിലെല്ലാം യേശു ഒരിക്കലും നിരാശപ്പെട്ടിട്ട് പോവുകയോ പറഞ്ഞ പോലെ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കുകയോ ഭീഷണം പറയുകയോ നിന്നെ പിന്നെ കണ്ടോളാമെന്ന് പറയാനായിട്ട് ഉറപ്പായിട്ട് ഗ്യാരണ്ടി പറയുന്ന ഒരാൾ കർത്താവ് മാത്രമാണ്. നിന്നെ പിന്നെ കണ്ടോളാം. നമ്മളാരും പറയുന്നത് ഒരു ഗ്യാരണ്ടി, കർത്താവ് പറഞ്ഞാൽ ഉറപ്പാ കാര്യം. നമ്മൾ എന്തുവായാലും അവിടെ ചെല്ലുമോ നമുക്കറിയാം. ദൈവം നമ്മളോട് എത്ര കമ്പാഷനേറ്റ് ആയിട്ട് ഇരിക്കുന്നു, ദൈവം നമ്മളോട് എത്ര കരുണയോടായിരിക്കുന്നു. ആ യേശു ഭൂമിയിൽ എത്ര അങ്ങനത്തെ ഒരു ജീവിതം അതേ കർത്താവ് ഭൂമിയിലായിരുന്നത്. അപ്പം ആ കർത്താവ് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിലാകാനായിട്ട്, ആ നിത്യസന്തോഷത്തിൻ്റെ അവകാശികളായിട്ട് ഓരോ ദിവസവും തീരാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച്
ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഈ സന്ധ്യയിൽ ഇവിടെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി നമ്മളോട് ഓരോരുത്തരോടും ദൈവം സംസാരിക്കുകയും ആ ഒരു സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയും ചെയ്യുന്നത്. അതിന് മുന്നേ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇതിനൊരു ഒരു കാര്യം കൂടെ ഉണ്ട്. അല്ലാതെ ഇപ്പം എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്തുവാ, എനിക്ക് എൻ്റെ ഇഷ്ടം എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യുകയും വേണം, ദൈവത്തിന് സന്തോഷം വേണം താനും. പക്ഷെ അങ്ങനെ ഒരു കാര്യമല്ല ദൈവം പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതൊരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും ഒരു കാര്യം ഇങ്ങോട്ട് താന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ അതുവരെ ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ച് അത്ര കൂടുതലാണ്. എന്നാൽ ദൈവം ഈ സന്ധ്യയ്ക്ക് നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മുടെ ഇഷ്ടത്തെ അതിനെ സാക്രിഫൈസ് അതിനെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിച്ച് ആ നിലയിൽ ജീവിക്കാനായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ട് നമ്മളെ അതിലേക്ക് നടത്താനായിട്ട് കർത്താവിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ദൈവം വലിയൊരു വിളിയോടെ നമ്മളെ ഈ രാത്രികാലവും വിളിക്കുന്നത്, ഈ സന്ധ്യാസമയത്ത് വിളിക്കുന്നത്. അതിനായിട്ട് ദൈവത്തിൻ്റെ ആ വലിയ വിളിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ആ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് നടത്തട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഇന്ന് 9-ാമത്തെ വാക്യം മുതൽ പിന്നെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിപ്പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? അപ്പം നമ്മൾ പാടാറുണ്ട്, യേശു എന്ന അടിസ്ഥാനം ആശ അവനിൽ അത്രേ. അപ്പോൾ പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ഏതവസ്ഥയിൽ ചെന്നാലും, മുമ്പേ അജി ബ്രദർ പറഞ്ഞ പോലെ നിന്നെ കൊള്ളത്തില്ലെന്നോ നീ വഷളാണെന്നോ ഒന്നും ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല കർത്താവിൻ്റെ കയ്യിൽ. അപ്പോൾ ആ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പ് ആണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് തോന്നിയ പോലെ ജീവിക്കാവുന്നതാണോ? അല്ല. അതുകൊണ്ടാണ് കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീനെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. പക്ഷേ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കേണ്ടതുണ്ട്. പക്ഷേ മാനുഷികമായി നോക്കിയാൽ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ, ഇന്നിവിടെ ഒത്തിരി കൽപ്പനകൾ സന്ദീപ് ബ്രദർ പറഞ്ഞു, കർത്താവ് പറഞ്ഞത് മത്തായി 5-ലും അല്ലാതെയൊക്കെ പറഞ്ഞു. പക്ഷെ ആ കൽപ്പനകളൊക്കെ പ്രമാണിക്കാൻ മാനുഷികമായി എൻ്റെ മാനുഷിക ബലം കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവ് 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതിൻ്റെ മുകളിൽ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ അവിടെ എന്നാലെന്ന് കൊടുത്തിരിക്കുന്നു, ആൻ്റെതാണ്. അപ്പോൾ അത് മാത്രമല്ല, കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അത് മാത്രമല്ല, ഞാനിനിയും പിതാവിനോട് കാര്യസ്ഥനെ ചോദിച്ച് നിങ്ങൾക്ക് തരാൻ പോവുക. കാരണം നിങ്ങൾക്ക് ഈ കൽപ്പനകൾ പ്രമാണിക്കാൻ കഴിയത്തില്ല. ഒരു പുള്ളി പോലും ചെയ്യാനായിട്ട് എൻ്റെ ബലം കൊണ്ട് എനിക്ക് സാധ്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലേ അത് സാധ്യമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. അപ്പോൾ ആ കർത്താവിൻ്റെ ജീവൻ എന്നിലൂടെ ഒഴുകുമ്പം എനിക്ക് കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ, ഇന്ന് കേട്ട കൽപ്പന മുഴുവനും പ്രമാണിക്കാൻ യേശുവിൻ്റെ ജീവൻ എന്നിലുണ്ടെങ്കിൽ എനിക്കതിന് സാധിക്കും. അല്ലാതെ എൻ്റെ ജീവനും കൊണ്ട് എനിക്കത് സാധിക്കില്ല. അപ്പം എന്നിട്ട് ഇങ്ങനെ ചെയ്താലുള്ള പ്രയോജനമാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. പിന്നെ കർത്താവ് പറയുന്നത്, എന്തിനാ ഞാനിത് പറയുന്നത്? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. അപ്പോൾ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ ഞാനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവതി. കർത്താവ് അങ്ങനെയായിരുന്നു. കർത്താവ് പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യനായി ജീവിച്ച അവരിൽ ഏറ്റവും അധികം സന്തോഷമുള്ളവനായിരുന്നു യേശു കർത്താവ്. അതുകൊണ്ട് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്നത്, എല്ലാ സാഹചര്യത്തിലും സന്തോഷിക്കാൻ കഴിവുണ്ടായിരുന്നവനാണ് യേശു കർത്താവ്. ആ സന്തോഷം എന്നിലാകണമെങ്കിൽ ഞാൻ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രമേ ആ സന്തോഷം എന്നിൽ പൂർണ്ണമാകത്തുള്ളൂ. അതായത് പരിശുദ്ധാത്മാവ് എന്നോട് നോ പറയുമ്പം നോ എന്ന് പറയാനും, യേശു പറയുമ്പം അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ചെയ്യാനും, അതെനിക്കിഷ്ടമില്ലെങ്കിലും അത് ചെയ്യാനുമായിട്ട് ഞാൻ എൻ്റെ ജീവനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ
അങ്ങനെ ഇച്ചിരി പ്രയാസമുണ്ട്. കാരണം എൻ്റെ സെൽഫ് ലൈഫിൽ സെൽഫിൽ ചെയ്യാതിരിക്കുമ്പം സെൽഫിന് ഭയങ്കര സങ്കടമാണ്. അവിടെ എന്തോ ആകപ്പാടെ ഒരു വലിയ കഷ്ടതയാണ് ആ സമയത്ത്. പക്ഷെ അത് കഴിയുമ്പോഴുണ്ടല്ലോ, ദൈവത്തിൻ്റെ കൽപ്പന മറ്റേതിനെ കളഞ്ഞേച്ച് ദൈവകൽപ്പന അനുസരിച്ച് കഴിയുമ്പോഴത്തേന് കർത്താവ് പരിശുദ്ധാത്മാവ് നോ പറയുന്നതിന് ഞാനും നോ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ അടുത്ത നിമിഷത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വലിയ സന്തോഷമാണ്. അപ്പോൾ ആ കർത്താവ് നോ പറയുന്നതിന് നോ പറയാനും, കർത്താവ് യേശു പറയുന്നതിന് അതേ കർത്താവ് എന്ന് പറഞ്ഞ് അനുസരിക്കാനും മറിയ കീഴ്പ്പെടുത്തി കൊടുത്ത പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. മറിയയ്ക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും അവൾക്ക് പറ്റാത്ത കാര്യമായിരുന്നു ആ സമയത്ത്. അവിവാഹിതയായി വിവാഹം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീ അവൾ ഗർഭിണിയാകുമെന്ന് പറഞ്ഞാൽ അതിന് പോലും മറിയ അവിടെ യേസാണ് കർത്താവിൻ്റെ മുമ്പിൽ പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ കർത്താവെ എനിക്ക് എത്ര ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോഴും അവിടെ അതേ കർത്താവെ നിൻ്റെ ഇഷ്ടം അത് വേണ്ട, അത് നിനക്ക് വേണ്ടിയതല്ല, അത് ദോഷകരമല്ലെന്ന് തോന്നിയാലും കർത്താവ് നോ പറയുമ്പം അതേ കർത്താവെ എന്ന് പറഞ്ഞ് താഴ്ത്തി കൊടുക്കാൻ കർത്താവെ അധികം ശക്തി എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പലപ്പോഴും അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ടി വാദിച്ച് സന്തോഷിച്ച് അതിലല്പം ഒരു സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവളാണ്. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് കർത്താവ് എന്നെ സഹായിക്കുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ സമയത്തും കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മാത്രമേ എൻ്റെ സന്തോഷം പൂർണ്ണമാകത്തുള്ളൂ, അവൻ്റെ സന്തോഷം എന്നിരിക്കത്തുള്ളൂ. ആ സന്തോഷം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. മറ്റേത് ചെയ്യുമ്പോഴുള്ള സന്തോഷം, കർത്താവ് നോ പറയുന്നതിന് ഞാൻ ചെയ്തു കഴിഞ്ഞാലുണ്ടാകുന്ന സന്തോഷം മാനുഷികമാണ്, അത് വേഗം നഷ്ടപ്പെടും. പിന്നെ ഉള്ളിലാകപ്പാടെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അവിടെ പിന്നെ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. അത് പിന്നെ നിരപ്പാകുന്നത് വരെ കർത്താവിനോട് റിപ്പൻറ്റ് ചെയ്ത് ക്ഷമ ചോദിക്കുന്നത് വരെയും. പക്ഷെ ക്ഷമ ചോദിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, ഹൃദയപൂർവ്വം ക്ഷമ ചോദിച്ചാൽ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടാൽ അവിടെ വീണ്ടും കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെക്കൊണ്ട് അത് കഴിവില്ലാത്തവളാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ബലഹീനതയിൽ തുണ കാണിക്കുന്ന കർത്താവ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു ജീവിതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. പിന്നെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അപ്പം കർത്താവ് സ്വന്തം ജീവനെ എനിക്ക് വേണ്ടി തന്നതുപോലെ, ആ 1 യോഹന്നാൻ 3:16 വായിച്ചല്ലോ, എൻ്റെ ജീവനെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക. ജീവനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചാകുന്ന കാര്യമല്ല, മരിക്കുന്നതിനേക്കാൾ ഉപരി അങ്ങനെ വേണമെങ്കിൽ വേറെ പറഞ്ഞ് രക്തസാക്ഷിയാകേണ്ടി വരുവാണെങ്കിൽ അത് കർത്താവ് അതിന് അനുവദിച്ചിട്ടുള്ളവർക്ക് മാത്രം മതിയത്. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ജീവനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ജീവനെ വെച്ച് കൊടുത്തിട്ട് യേശുവിൻ്റെ ജീവനെ ഞാൻ പ്രാപിക്കുമ്പം അത് മറ്റുള്ളവർക്ക് ജീവനാകും. അതാണ് അതുകൂടെ ഞാൻ വായിച്ചു നിർത്താം. 2 കൊരിന്ത്യർ 4:11 പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അത് 2 കൊരിന്ത്യർ 4:10 മുതൽ ഞാൻ വായിക്കാം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശുവിൻ്റെ നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അപ്പം സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കണമെങ്കിൽ എന്നിലൊരു മരണം ഉണ്ടാകേണ്ടതുണ്ട്. അതെൻ്റെ സ്വന്തം ജീവൻ്റെ മരണം, സ്വന്തം ഇഷ്ടത്തിൻ്റെ മരണമാണ്. സഹോദരൻ എന്നോട് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ പോട്ടെ എന്ന് വെക്കാൻ എൻ്റെ ജീവൻ അവിടെ മരിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവനോട് തർക്കിച്ച് വാദിച്ച് ദേഷ്യപ്പെട്ട് പകരം ചെയ്ത് ഒക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കർത്താവേ, ആ യേശുവിൻ്റെ ജീവൻ എപ്പോഴും എന്നിൽ വാഴാനായിട്ട് എൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിക്കുന്ന ഒരു ജീവിതം, യാഗപീഠത്തിൽ വെക്കുന്ന ഒരു ജീവിതം. മരണത്തിന് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂങ്ങി ചാകുന്നതല്ല. എൻ്റെ ജീവനെ യാഗപീഠത്തിൽ വെച്ചിട്ട് യേശുവിൻ്റെ ജീവൻ പ്രാപിച്ച് ഈ കർത്താവിൻ്റെ കൽപ്പന എങ്ങനെ പ്രമാണിച്ച് കർത്താവെ അവിടുത്തെ സ്നേഹത്തിൽ വസിപ്പാനായിട്ട്
ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിന് എന്നെ സഹായിക്കും. കേൾപ്പിച്ച വചനങ്ങൾ എനിക്ക് ഒത്തിരി എൻകറേജിങ് ആയിരുന്നു. ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം സാഗ്രാൻ്റെ ഒരു പ്രസംഗം കേൾക്കുക, അതിനകത്ത് ഈ സോളിഷ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് സ്പിരിച്വൽ ആയിട്ടുള്ള ക്രിസ്ത്യൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം അതിനകത്ത് സോളിഷ് ആയിട്ടുള്ളവർക്ക് അവർ ഒരു ചിന്തയിൽ ഒരുപാട് തിയറീസ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, വചനം വായിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുന്നു. അതുപോലെ പിന്നെ ഇമോഷണലി എക്സൈറ്റഡ് ആവുന്നു. കർത്താവ് നമുക്കായിട്ട് മരിച്ചു, അപ്പം നമ്മൾ എക്സൈറ്റഡ് ആവുന്നു, നമ്മുടെ ഫീലിങ്സ് ഒക്കെ വരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള, തുടക്കത്തിലെ സന്ധ്യയോട്ട് പറഞ്ഞപ്പോൾ ഒരു ഫ്രൂട്ട്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ആ ഒരു സ്പിരിച്വൽ ക്രിസ്ത്യൻ എന്ന് പറയുമ്പം സൈക്കർ അതിനകത്ത് പറയുന്ന ആ ഒരു സെൽഫ് വിൽ, ഇന്ന് നമ്മളെല്ലാവരും പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അത് മനസ്സിലായത്. നമ്മളുടെ ആ ഒരു സ്വയം ബലമുണ്ട്. അത് കഴിഞ്ഞ ദിവസം സൈക്കിൾ 1 വയസ്സുള്ള കൊച്ചിനും ഉണ്ട് ആ ഒരു സ്വയം, അത് എനിക്ക് ഇന്നതുപോലെ പോകണം. അപ്പം അതിനെതിരെ നമ്മൾ അല്ലാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അങ്ങനെ തന്നെ. അപ്പം ശരിക്കും ആ ഒരു കാര്യമാണ് കർത്താവിൻ്റെ ജീവിതത്തിലെ തുടക്കം മുതൽ അവസാനം വരെ കർത്താവ് അത് നോന്ന് പറഞ്ഞു. അവസാനം ആ ഒരു ക്രോസിലാണ് അത് കംപ്ലീറ്റ് ആയത് എന്നുള്ള കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഒരു നോ പറയുന്ന ഒരു അത് ആക്ച്വലി ഇത് പറയാൻ എത്ര ഈസിയാണ് ചെയ്യാൻ. ഓരോ ദിവസവും നമ്മൾ ഇന്ന് നോ പറഞ്ഞ സാഹചര്യം ചിലപ്പോൾ നമ്മൾ ഈ പിള്ളേർ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിൽ പോകുന്നപോലെ നാളെ ചിലപ്പം 3-ാം ക്ലാസ്സിലെ ചോദ്യം വരുമ്പോൾ പെട്ടെന്ന് നോ പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കർത്താവ് അവിടെ ഒന്നും ചെയ്യാനല്ല മനസ്സ്, അവിടെ എന്നെ കൊണ്ട് ഇതിന് കഴിവില്ല എന്ന് പറഞ്ഞ് താഴ്ത്തി സമർപ്പിച്ചാൽ മാത്രം മതി. അപ്പം അവിടെ ദൈവത്തിൻ്റെ ഗ്രേസ്, കർത്താവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ ഹംബിൾ ഹിംസെൽഫ്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഞാൻ ഓരോ സാഹചര്യം ഇങ്ങനെ പുതിയ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഇന്നലത്തെ ആ ഒരു ശക്തി പോരാ, ഇനി വീണ്ടും ഞാൻ അവിടെ നോ പറയണം. ദൈവത്തിൻ്റെ പവർ അവിടെ എനിക്ക് വേണം. ഒരു അതിൽ ജോൺ 15:6 വേഴ്സ് ഞാൻ ഇങ്ങനെ ഇന്ന് എനിക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ഇവിടെ നോട്ട്സിൽ എഴുതി വെച്ചു. Anyone does not abide in me is thrown away as a branch and rise up, and they gather them, cast them into the fire, and they are burned. അപ്പം ആ ഒരു അബൈഡ് എന്ന് പറയുമ്പം ശരിക്കും ക്രോസിൽ ജേക്കബ് എന്ന് പറഞ്ഞാൽ അവിടെ കുരിശിൽ എപ്പോഴും അവിടെ തന്നെ ആയിരിക്കുക. നമ്മൾ ഈ അബൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഇമോഷണലായിട്ട് പലപ്പോഴും പണ്ട് മുതലേ ആ ഒരു അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ശരിക്കും അവിടെ ക്രോസിലിരിക്കുന്നത് കുറച്ച് പാടാണ്, കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ആയിരിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല. അത് കത്തി ചാമ്പലാകാനുള്ള ഒരു ജീവിതമാണ്. ആ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ കർത്താവിൻ്റെ ആ ഒരു ക്രോസിൽ തന്നെ അവിടെ നോക്കി കർത്താവ് പോയ വഴി കൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം നമ്മുടെ കത്തി ചാമ്പലാക്കുള്ളൂ. മറിച്ച് കർത്താവ് പോയ വഴി കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് ആ ഒരു ഫയർ ഇതെല്ലാം മാറി പുതിയൊരു ജീവൻ, പുതിയൊരു റിസറക്ഷൻ നമ്മുടെ നമുക്ക് ദൈവം തരുമെന്നുള്ള കാര്യം ദൈവം ദൈവത്തിൻ്റെ വലിയ വഴികൾക്കായിട്ട് നന്ദി പറയും. നമ്മളിപ്പം പാടി പോലെ കൃപയാന്ന നദിയുടെ അടുത്തോട്ട് ഓടി വരാനായിട്ട് ദൈവം എന്നോട് കാണിച്ച ആ ഒരു വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ വഴികൾക്കായിട്ട് സ്തോത്രം. ഞാൻ ഓർക്കായിരുന്നു, ഞാനിന്ന് രാവിലെ ഞാൻ പ്രസന്നമായിട്ട് ഈ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, ശരിക്കും ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചമായിട്ട് നമ്മുടെ ഉള്ളിൽ കർത്താവ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമായി തീരാനായിട്ട് ആദ്യം യേശു എൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചമായിട്ട് വന്നു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ആ ഒരു വലിയ അത്ഭുതം നമ്മൾ പാടി അങ്ങ് പോകുമെങ്കിലും വൻഭാവിയായിരുന്നു നമ്മളെ വൻചേറ്റിൽ നിന്ന് ദൈവം ആ അഴുക്കുള്ള സ്ഥലത്ത് നിന്ന് ദൈവം നമ്മളെ പിടിച്ച് അത്ഭുതകരമായിട്ട് അല്ലേ അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ അത്ഭുതം ഞാൻ എത്രത്തോളം ആ വെളിച്ചം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടിടത്തോളം അത് വളരെ നമുക്ക് ഇമാജിൻ നമുക്ക്
ഊഹിക്കാൻ പറ്റാത്ത നിലയിലുള്ള നമ്മുടെ ജീവിതത്തെ ഒത്തിരി രൂപാന്തരപ്പെടുത്തുന്ന, നമ്മുടെ ഭയങ്ങൾ നീക്കുന്ന, നമ്മുടെ ഹൃദയത്തെ സ്വസ്ഥമാക്കുന്ന, നമ്മുടെ ജീവിതങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചെറിയ അളവിലെങ്കിലും ദൈവത്തിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് ഒഴുക്കത്തക്കവണ്ണം നമ്മളെ ഉപയോഗിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിൽ വീഴാനായിട്ട് ദൈവം നമ്മളോട് കാണിക്കുന്ന ആ ഒരു വലിയ അത്ഭുത പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. നമ്മൾ കേൾക്കുന്ന പോലെ ഇതിനായിട്ട് ഞാൻ എന്തോ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരാളിങ്ങനെ പറഞ്ഞ പോലെ, ഞാൻ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനോട് എന്തുമായിരിക്കും നിങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞു, അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്, ഇങ്ങനെ മനുഷ്യക്കടത്തും അങ്ങനെ മദ്യപാനവും അങ്ങനെ മോശമായിട്ട് ജീവിച്ച ഒരാളാണ് പുള്ളി. US ഒരാൾ രക്ഷിക്കപ്പെട്ട് യേശുവിലേക്ക് വന്നപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, നീ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ യേശുവിനോട് എന്തുമായിരിക്കും ചോദിക്കുന്നത്? ചിലപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞു, ലോർഡ് വൈ യു ചോസ് മീ, നീ എന്നെ എങ്ങനെയാ നേടി, നമ്മൾ പാട്ടി പറഞ്ഞ പോലെ എന്നെ നേടിയ സന്തോഷം വാർത്തത എന്ന് പറഞ്ഞ പോലെ ഇറ്റ്സ് അമേസിങ് അല്ലെ. അത് നമുക്ക് ഈ നിലയിൽ വരുമെന്നോ, ഇങ്ങനൊരു മീറ്റിങ്ങിൽ ഇരിക്കുമെന്നോ, വീടിന് വേണ്ടി തുറക്കപ്പെടുമെന്നോ ഒരു നിലയിലും വിചാരിക്കാത്ത നമ്മളെ ദൈവം അത്ഭുതകരമായിട്ട് തൻ്റെ കൃപയാൽ ആ ദൈവം നമ്മളെ വലിച്ചു കയറ്റുകയും നമുക്കൊരു വലിയ പ്രത്യാശയും, നമ്മൾ ആ കൊലോഷ്യൻസിലല്ലേ ആ വാക്യം 1:15 റോമൻസ് 13:15 പ്രത്യാശ നൽകുന്ന ദൈവം എന്നൊരു വാക്യം. ഗോഡ് ഓഫ് ഹോപ്പ്, ദൈവത്തെ പറ്റി പറയുമ്പോൾ ഒരു വാക്യം പറയുന്നത് പ്രത്യാശ നൽകുന്ന ദൈവം എന്ന് മലയാളത്തിൽ പറഞ്ഞ ഇംഗ്ലീഷിൽ ഗോഡ് ഓഫ് ഹോപ്പ്. ദൈവം എപ്പോഴും ഒരു വലിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദൈവം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇന്ന് നമ്മളെ കൊണ്ട് അസാധ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാം എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളെ ഒരു വലിയ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. നമ്മൾ സ്നേഹശൂന്യരായിരിക്കുന്നു, നമ്മളൊരു വായിക്കുന്നു ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ദേശീയം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്ത് വന്നിട്ടും നമ്മുടെ ഉള്ളിലുള്ള അനേക ജീവിതത്തിലെ ദാരിദ്ര്യത്തെ നാം കാണിച്ചു തന്നിട്ട് കർത്താവ് പറയുന്നത് തന്നെ അവിടെ ഞാൻ സമ്പന്നനാക്കി തീർക്കാവുന്ന ദൈവം പറഞ്ഞ ഒരു വലിയ പ്രോമിസിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ടീച്ചറെ പറഞ്ഞു പോയിക്കൊണ്ട് സമയം കിട്ടുന്നില്ല. അപ്പം ദൈവം ഈ ഒരു കാര്യത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ വിചാരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രകാശം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് നിശ്ചയമായിട്ടും അത് ഒഴുകിച്ചെല്ലും. അത് അവരുടെ ജീവിതത്തെയും കുടുംബജീവിതത്തെയും തീർച്ചയായിട്ടും രൂപാന്തരപ്പെടുത്തുകയും ദൈവം ചെയ്യുന്ന എല്ലാ അത്ഭുത പ്രവർത്തകർക്കായിട്ടും ദൈവം തന്നെ കിട്ടാനൊക്കെയായിട്ട് നമുക്ക് പറയാൻ Greater thing you is my everything. I love you. Honey in the Lord, sweet honey in the Lord. For it is like honey in the Lord. For it can see that the Lord is good. For he